ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ടൂറിസം ആണ്. നമ്മൾ ഏതൊരു സെഗ്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇന്ന് നമ്മളത് കാണുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്നതിന് കടന്നുപോയ കാലങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൂറിസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്, ടൂറിസത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. ടൂറിസത്തിൻ്റെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് 3 പീരീഡുകളായിട്ടാണ് അതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ആൻഷ്യൻ പീരീഡ്, രണ്ടാമത്തത് മിഡീവൽ പീരീഡ്, മൂന്നാമത്തത് മോഡേൺ പീരീഡ്. ഈ 3 കാലഘട്ടങ്ങളിലൂടെയും കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി, ഡെവലപ്മെൻറ്റിന് വിധേയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഡെവലപ്പായി വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ ആൻഷ്യൻ പീരീഡിലും മിഡീവൽ പീരീഡിലും മോഡേൺ പീരീഡിലും ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു ട്രാവൽ എന്ന് പറയുന്ന, യാത്ര എന്ന് പറയുന്ന, ടൂറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് പോയിട്ടുണ്ട്. വൺസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഹിസ്റ്ററി ഓഫ് ടൂറിസം ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 3 ഏരിയാസിനെ ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഹിസ്റ്ററി ഓഫ് ടൂറിസം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഷ്യൻ പീരീഡ് എന്ന് എഴുതിയിട്ട് ആൻഷ്യൻ പീരീഡിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്, മിഡീവൽ പീരീഡിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്, മോഡേൺ പീരീഡിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് എന്നുള്ള രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ടൂറിസത്തെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു പാരഗ്രാഫിൽ ഹിസ്റ്ററി ഓഫ് ടൂറിസം എഴുതി വെക്കരുത്. അതൊരിക്കലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യില്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാവില്ല. സോ ഹിസ്റ്ററി ഓഫ് ടൂറിസം പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 പീരീഡുകളാണുള്ളത്. ആൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഈ 3 പീരീഡുകളിലും എന്താണ് കൃത്യമായിട്ട് നടന്നത്, എങ്ങനെയാണ് അതിനെ യാത്രയെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് പൂർണ്ണമായിട്ടും വലിയൊരു നോട്ടിനെ സ്ലൈഡ് ഷോയിലേക്ക് ചുരുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മാത്രമാണ് സ്ലൈഡ് ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോട്ട് തരുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് തരും. ആ സമയത്ത് എന്ത് ചെയ്യുക, നോട്ടിനെ കൃത്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ നോട്ടുകളും സ്ലൈഡ് ഷോയിൽ ചെയ്ത് വീഡിയോ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെറിയൊരു പോയിന്റ് വെച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ യൂട്യൂബിൽ എടുത്തു തരുന്നത്. നിങ്ങൾ നോട്ടുകളെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻഷ്യൻ പീരീഡ് ആണ്. ദ ഇന്നോവേഷൻ ഓഫ് മണി കോയിൻഡ് ബൈ സുമേറിയൻസ്, ബാബിലോണിയ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് കൊമേഴ്സ് ബിഗിനിങ് above 4000 BC perhaps make the beginning of modern era of the travel. 4000 BC-യിൽ മെസ്സപ്പെട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുമേറിയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിനിടയിലാണ് കോയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. അതിനു മുമ്പ് വരെ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് കൊടുക്കുന്നു, തിരിച്ച് നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യുന്നു, വാങ്ങിക്കുന്നു. ഈ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്നത്. 4000 BC-യിൽ സുമേറിയൻസിൻ്റെ ഇടയിൽ കോയിൻ എന്ന് പറയുന്ന കണ്ടുപിടുത്തം വന്നോടുകൂടി തന്നെ സുമേറിയൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, യാത്രകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടുള്ള യാത്രകളാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരിക്കലും ടൂറിസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടോ അതും അല്ലെങ്കിൽ റീക്രിയേഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല യാത്ര ചെയ്യുന്നത്. അവർ ബിസിനസ്, കൊമേഴ്ഷ്യൽ ഡീലിങ്സിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ യാത്ര ചെയ്തിരുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ എപ്പോഴും ദ ഫസ്റ്റ് റിയൽ ട്രാവലേഴ്സ് എന്ന് പറയുന്നത് പേർഷ്യൻസിനെയാണ്. പേർഷ്യൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേർഷ്യൻ എന്ന് പറയുന്നത്. സോ ഇറാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേർഷ്യൻസ് എന്ന് പറയുന്നത്. ആ പേർഷ്യൻസിനെയാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് ടൂറിസത്തിൽ കൃത്യമായിട്ട് റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ഗ്രീക്ക് അതോടൊപ്പം തന്നെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ഏകദേശം 1600 മൈലുകളോളം യാത്ര ചെയ്തിട്ട് ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. അയാൾ പ്രധാനമായിട്ടും യാത്ര ചെയ്തിരുന്നത് ഏഷ്യയിലേക്കും അതോടൊപ്പം തന്നെ ഈജിപ്തിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു.
ഈ സമയത്താണ് ഗ്രീക്കുകാർ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ട്രാവൽ സെഗ്മെന്റിലേക്ക് വരുന്നത്. അവർ പ്രധാനമായിട്ടും യാത്ര ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വർഷിപ്പിംഗ് ഗോഡ് എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടും ആരാധനയ്ക്ക് വേണ്ടിയിട്ടുമായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ അവർ മുൻഗണന നൽകിയിരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഫെയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് ആണ്, അതോടൊപ്പം തന്നെ ഗെയിംസ് ആണ്. ഗെയിംസിൽ പങ്കെടുക്കാൻ വേണ്ടി, ഏതെങ്കിലും ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീക്കുകാർ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, യാത്രകൾ ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും അവർ 3 രീതിയിലുള്ള അനിമൽസിനെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒന്ന് ഹൗസ് ആണ്, മറ്റത് ക്യാമലാണ്, മൂന്നാമത് എലഫൻ്റ് ആണ്. ഈ 3 എന്താ പറയുക അനിമൽസിൻ്റെ പുറത്തുമായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും യാത്രകൾ ചെയ്തിരുന്നത്. ഓക്കെ, ഈ സമയത്ത് തന്നെ ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശിനും അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് എന്തുമായിട്ടുള്ള സിൽക്കിൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്ന് കാണുന്ന സിൽക്ക് തുണികളുടെ ഒരു വ്യാപാരം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ചൈനയ്ക്കും ഇടയിൽ ഇൻ ബിറ്റ്വീനായിട്ട് നടന്നിരുന്നു. ഈ സമയത്താണ് അലക്സാണ്ടർ അതോടൊപ്പം തന്നെ ഈ പറയുന്ന യൂറോപ്യൻസ്, അറബ്സ് ഒക്കെ ഈ പറയുന്ന ഇന്ത്യയെ ഒരു ട്രേഡിംഗ് പോസ്റ്റായി മുന്നിൽ കണ്ടുകൊണ്ട് യാത്രകൾ ആരംഭിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ട്രേഡ് എന്ന് പറയുന്ന, കൊമേഴ്സ് എന്ന് പറയുന്ന പർപ്പസിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൊളംബസ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയെ ലക്ഷ്യമാക്കി ഈ സമയത്ത് യാത്ര തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സെഗ്മെന്റിലേക്ക് പിന്നീട് കടന്നു വരുന്നത് ഈ പറയുന്ന റോമൻസ് ആണ്. ഇപ്പം നമ്മൾ ആരൊക്കെ പറഞ്ഞു, സുമേറിയൻസ് ബൈ ബാബിലോണിയ പറഞ്ഞു, അതോടൊപ്പം തന്നെ പേർഷ്യൻസിനെ പറഞ്ഞു, ഗ്രീക്കുകാരെ പറഞ്ഞു. ഇനി അതിലേക്ക് വരുന്നത് റോമൻസ് ആണ്. റോമൻസും ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവലിലേക്ക് വരുന്നുണ്ട്. അവർ വർഷിപ്പിംഗ് ഗോഡ്, അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ഗെയിംസ് എന്നീ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, യാത്രകൾ പ്രധാനമായിട്ടും ചെയ്തിരുന്നത്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വിപരീതമായിട്ട് റോമൻസ് ഈ എന്താ പറയുക സീ സൈഡിൽ, അതായത് സീ ഫേസ്ഡ് ആയിട്ടുള്ള കടലോരങ്ങളിൽ എന്ത് ചെയ്തിരുന്നു, അവർക്ക് വേണ്ടിയുള്ള റിസോർട്ടുകൾ പണിതിരുന്നു യാത്രാവേളകളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ മെഡിക്കൽ ബാത്ത് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും അവരതിനകത്ത് ചെയ്തിരുന്നു. ഈ ഒരു മെഡിക്കൽ ബാത്താണ് പിൻകാലത്ത് എന്ത് ചെയ്യുന്നത്, സ്പാ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. സോ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, ആൻഷ്യൻ പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്കാണ് 4000 BC സുമേറിയൻസ് ബാബിലോണിയ കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന സുമേറിയൻസ് 4000 BC എന്ത് ചെയ്യുന്നത്, കോയിൻ കണ്ടുപിടിക്കുന്നത്. കോയിൻ കണ്ടുപിടിച്ചതോടുകൂടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ബിസിനസ് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ റിയൽ ട്രാവലേഴ്സ് എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ആരെയാണ്, പേർഷ്യൻസിനെയാണ്. പേർഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് എന്ന് പറയുന്ന വ്യക്തി 1600 മൈലുകൾ യാത്ര ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററി എഴുതാൻ വേണ്ടി, ചരിത്രം എഴുതാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പ്ലാറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ എന്ത് ചെയ്യും, പൈതഗോറസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് യാത്രകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും യാത്രകൾക്ക് ഈ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഏതിനൊക്കെയായിരുന്നു, അനിമൽസ് ആയിട്ട് കിടക്കുന്ന ക്യാമൽ, എലഫൻറ്റ്, ഹോഴ്സ് എന്നിവയൊക്കെ ആയിരുന്നു. ഗ്രീക്കുകാരും എന്ത് ചെയ്യുന്നുണ്ട്, വർഷിപ്പിംഗ് ഗോഡിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഫെയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഗെയിംസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് യാത്ര ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ അലക്സാണ്ടർ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ അറബ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരുന്നത് ബംഗ്ലാദേശും ചൈനയുമായിരുന്നു. പ്രധാനമായിട്ടും സിൽക്കിൻ്റെ വ്യാപാരമായിരുന്നു എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഇൻ ബിറ്റ്വീനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെയാണ് കൊളംബസും അലക്സാണ്ടറൊക്കെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് പുതിയൊരു വഴി തേടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഇറങ്ങുന്നത്. ഈ സമയത്താണ് റോമൻസ് എന്ന് പറയുന്ന വിഭാഗം കൂടി ട്രാവലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അവർ ട്രാവലിംഗ് നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ ട്രേഡ് കൊമേഴ്സ് പർപ്പസുകൾ നടത്തുന്നുണ്ട്, വർഷിപ്പിംഗ് ഗോഡ് നടത്തുന്നുണ്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടും ആരാധനകൾക്ക് വേണ്ടിയിട്ടും അവർ യാത്ര പുറപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ഗെയിംസുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരിലൊക്കെ വിപരീതമായിട്ട് അല്ലെങ്കിൽ വിഭിന്നമായിട്ട് കിടക്കുന്ന, വ്യത്യസ്തപ്പെട്ട് കിടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ യാത്രകളിൽ ഇൻ ബിറ്റ്വീനായിട്ട് അവർക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സീ സൈഡിലായിട്ട് റിസോർട്ടുകൾ പണിയുന്നുണ്ട്. അത്തരം റിസോർട്ടുകളിൽ എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ബാത്തുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്തരം മെഡിക്കൽ ബാത്താണ് പിന്നീട് സ്പാ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ട് കിടക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് പറയുക,
ഈ പറയുന്ന ആൻഷ്യൻ പീരീഡിൽ ഡെവലപ്പായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. റോമിലും അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന മെഡിക്കൽ ബാത്തും അതോടൊപ്പം തന്നെ സ്പായും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ടേമാണ് റോമൻസിൻ്റെ ഇടയിലും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റോമൻസിൻ്റെ ഇടയിൽ എന്താണ് ഈ ഒരു സ്പാ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ആൻഷ്യൻ പീരീഡിൽ ഡെവലപ്പ് ചെയ്തു വന്ന ഈ ഒരു എന്താ പറയുക മെഡിക്കൽ ബാത്ത് എന്നുള്ളൊരു ടേമാണ് പിൻകാലത്ത് ഇത്രയും പോപ്പുലർ ആയിട്ട് കിടക്കുന്ന സ്പാ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. സത്യത്തിൽ സ്പാ എന്ന് പറയുന്നത് ഒരു റെജുവിനേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഒരിക്കലും നമ്മളൊരു രോഗത്തിന് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല സ്പാ. മറിച്ച് എന്താണ് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താണ് ഒരു റെജുവിനേഷൻ തെറാപ്പി എന്നുള്ള നിലയിലാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ സ്പാ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാറുള്ളത്. പലർക്കും ചില സമയത്ത് ഒരു തോന്നലുണ്ടാവാറുണ്ട് സ്പായും ആയുർവേദവും ഒന്നാണ് എന്നുള്ളത്. ഒരിക്കലും അല്ല, രണ്ടും രണ്ടാണ്. സ്പാ എന്ന് പറയുന്നത് വേറെയാണ്, ആയുർവേദം എന്ന് പറയുന്നത് വേറെയാണ്. ആയുർവേദം ഡെവലപ്പ് ചെയ്ത് വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. സ്പാ ഡെവലപ്പ് ചെയ്ത് വരുന്നത് യൂറോപ്യൻ കോണ്ടിനെൻറ്റിലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പരമപ്രധാനമായിട്ടും ആൻഷ്യൻ പീരീഡിലെ നടന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളത് മിഡീവൽ പീരീഡാണ്. മിഡീവൽ പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് നോക്കാം. മിഡീവൽ പീരീഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ആൻഷ്യൻ പീരീഡ് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആൾക്കാർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് യാത്രയ്ക്ക് പിന്നിലുള്ള അവരുടെ പ്രചോദനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രേഡ് കൊമേഴ്സ് പർപ്പസുകളായിരുന്നു. ഇവിടെ മിഡീവൽ പീരീഡിലേക്ക് വരുന്ന സമയത്ത് റിലീജിയനെ പറഞ്ഞ് പോകാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിഡീവൽ പീരീഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ അടയാളപ്പെടുത്താതെ പറ്റില്ല. കാര്യം അത്രത്തോളം റിലീജിയൻ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മിഡീവൽ പീരീഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻ യൂറോപ്പ് ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ആർ ട്രാവലിംഗ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഫോർ റിലീജിയസ് പർപ്പസ്. റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു മിഡീവൽ പീരീഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്തിരുന്നത്. ഈ റിലീജിയസ് പർപ്പസിന് വേണ്ടി യാത്ര ചെയ്യുന്നവരൊക്കെ എന്തായിരുന്നു, ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള പീപ്പിളായിരുന്നു. അവരെന്തായിരുന്നു, ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാരായിരുന്നു. യൂറോപ്പിൽ ആകമാനം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ ഒരു റിലീജിയസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതപരമായ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ട്രാവലിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മിഡീവൽ പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കം കുറിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളൊരു റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആൾക്കാരെ അയക്കുന്നവരെയാണ്, അല്ലെങ്കിൽ മതത്തെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഷനറീസ് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ മിഷനറീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് മിഡീവൽ പീരീഡിലെന്ന് പറയുന്നത്. ഏകദേശം 16-ാം നൂറ്റാണ്ടോട് കൂടി മിഡീവൽ പീരീഡിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങൾ ശക്തമാകുന്നുണ്ട്. യൂറോപ്പിൽ ആകമാനം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം സ്പ്രെഡായി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഇത്തരം മിഷനറിമാർ, പെട്ടെന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് സേവിയർ, മാംഗോ ബാക്ക്, ലിവിങ്സ്റ്റോൺ എന്ന് പറയുന്ന 3 വ്യക്തികൾ യൂറോപ്പിൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഈ സമയത്ത് യാത്ര ചെയ്യുന്നത്. അവരെ പോയത് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന വ്യക്തി എങ്ങോട്ടാണ് വന്നത്, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ മാംഗോ ബാക്ക് എന്ന് പറയുന്ന വ്യക്തിയും ലിവിങ്സ്റ്റോൺ എന്ന് പറയുന്ന വ്യക്തിയും പോയത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യാനിയുടെ കേസ് മാത്രമല്ല പറയുന്നത്, ഏഷ്യൻ കോണ്ടിനെന്റിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാം മതം, ഹിന്ദു മതം, അതോടൊപ്പം തന്നെ ബുദ്ധിസം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ കൃത്യമായിട്ട് മിഡീവൽ പീരീഡിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ ഒരു സ്പ്രെഡിങ് നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും, മിഡീവൽ പീരീഡിൽ കാണാൻ വേണ്ടി പറ്റും. യൂറോപ്യൻ കോണ്ടിൽ നിന്ന് ഫ്രാൻസിസ് സേവിയറും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലിവിങ്സ്റ്റോണും അതോടൊപ്പം തന്നെ മാംഗോ ബാക്കും ഒക്കെ എന്ത് ചെയ്യുന്ന യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ മതത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മതത്തെക്കുറിച്ച് എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മതമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മിഡീവൽ പീരീഡിൽ കൃത്യമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ റിലീജിയസിൻ്റെ വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ വേണ്ടി പറ്റും. ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരുന്നു, റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അതിൽ പങ്കെടുത്തിരുന്ന ആൾക്കാരായിരുന്നു മിഡീവൽ ഏജിലുള്ള ആൾക്കാരായിരുന്നു, മധ്യവയസ്കർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം നടക്കുന്നത് സീ വോയേജസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. സീ വോയേജസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമുദ്രയാത്രകളുടെ ഒരു ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു
കൊളംബസ് യാത്ര ചെയ്യുന്നത് നമ്മൾ മിഡീവൽ പീരീഡിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ കൊളംബസ് യാത്ര ചെയ്യുന്നതിൻ്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സീ വോയേജസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡെവലപ്പായിട്ട് എവിടെ കാണാൻ പറ്റും? സീ വോയേജസിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കൊളംബസ് യാത്ര ചെയ്യുന്നതിൻ്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൃത്യമായിട്ട് ഗ്രീൻലാൻഡും അതോടൊപ്പം തന്നെ മറ്റ് ഐലൻഡുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. സോ സമുദ്രയാത്രകൾ കുറച്ചും കൂടെ ഡെവലപ്പായി വരുന്നത് എവിടെയാണ്? മിഡീവൽ പീരീഡിലാണ്. ഏകദേശം ഈ സമയത്ത് തന്നെയാണ് പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ശുഭ പ്രതീക്ഷാ മുനമ്പ് ചുറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എവിടെയാണ് ഇന്ത്യയിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കാപ്പാടിനടുത്ത് കപ്പൽ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 കപ്പലുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാസ്കോ ഡ ഗാമ വരുന്നത്. ലിൻഡ, നീന, സാന്റാമരി എന്ന് പറയുന്ന 3 കപ്പലുകളിലായിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയും സമുദ്രയാത്രയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ 1678 ജോൺ ജിൽഹാർഡ് എന്ന് പറയുന്ന വ്യക്തി സമുദ്രയാത്രയെക്കുറിച്ച് കൃത്യമായിട്ട് സമുദ്രത്തിലെ യാത്രയുടെ റൂട്ടുകളെക്കുറിച്ച് ഒരു മാപ്പ് കൂടെ തയ്യാറാക്കുന്നതോടുകൂടി സമുദ്രയാത്രകൾ വളരെയധികം പോപ്പുലറൈസ് ആയിട്ട് മാറുകയാണ് ഇവിടെ മിഡീവൽ പീരീഡിൽ. ഈ ജോൺ ജിൽഹാർഡിൻ്റെ ഒരു പുസ്തകം കൂടെ വന്നതോടുകൂടെ സമുദ്രയാത്രകൾ വളരെ പെട്ടെന്ന് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നു. തുടർന്ന് ഈ പറയുന്ന പോലെ ഒരുപാട് രീതിയിൽ റിലീജിയസ് ആയിട്ടുള്ള യാത്രകൾ നടക്കുന്നു. സോ മിഡീവൽ പീരീഡിൽ ഇത്ര അധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് തന്നെയാണ്. ഒന്നും കൂടെ ഞാൻ മിഡീവൽ പീരീഡിനെ റിപ്പീറ്റ് ചെയ്യാം. മിഡീവൽ പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയത് ഈ പറയുന്ന റിലീജിയൻ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. യൂറോപ്പിൽ ആകമാനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന റിലീജിയനായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഷണറിമാരെ തീരുമാനിക്കുന്നു. അത്തരത്തിലുള്ള മിഷണറിമാരിൽ 3 പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത്. ഒന്ന് ഫ്രാൻസിസ് സേവിയർ, രണ്ടാമത്തത് ലിവിങ്സ്റ്റോൺ, മൂന്നാമത്തത് മാംഗോബാക്ക്. ഈ 3 പേര് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അതായത് യൂറോപ്യൻ കോണ്ടിനെന്റ് വിട്ടിട്ട് ഇന്ത്യയിലേക്കും ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്കും യാത്ര ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പായി കൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതം, ഹിന്ദു മതം, ബുദ്ധിസം എന്നീ പറയുന്ന 3 മതങ്ങൾ അവിടെ ഡെവലപ്പായി വരുന്നുണ്ട്. ഏഷ്യൻ കോണ്ടിനെന്റിൽ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. കൊളംബസ് യാത്ര ചെയ്യുന്നതിൻ്റെ ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമുദ്രയാത്രകൾ വളരെയധികം പോപ്പുലറൈസ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും മിഡീവൽ പീരീഡിലാണ് ഇതിന് ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റിയിട്ടാണ് വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ കപ്പൽ കടവ് കാപ്പാടിനടുത്ത്, നമ്മൾ നോർമൽ കേസിൽ കാപ്പാട് എന്നാണ് പറയാറുള്ളത്, അത് തെറ്റൊന്നുമല്ല. എക്സാക്ട് പോയിന്റ് പറയുകയാണെങ്കിൽ കാപ്പാടിനടുത്ത് കപ്പൽ കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ലിൻഡ, നീന, സാന്റാമരി എന്ന് പറയുന്ന 3 കപ്പലുകളിലായിട്ട് എന്ത് ചെയ്യുന്നത്, വാസ്കോ ഡ ഗാമ വന്നു ചേരുന്നത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള വന്നു ചേരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഇന്ത്യയിലേക്കുള്ള ഒരു വഴി അവിടെ യൂറോപ്യൻസിന്, പോർച്ചുഗലിന് കൃത്യമായിട്ട് തുറന്നു കിട്ടുന്നുണ്ട്. വാസ്കോ ഡ ഗാമ വരുന്ന ഇവിടുന്നാണ്, പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ലിസ്ബണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വാസ്കോ ഡ ഗാമ വരുന്നത്. സോ സ്വാഭാവികമായിട്ടും അവിടെ യൂറോപ്പിൽ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ ഒരു വാർത്ത കൃത്യമായിട്ട് അറിയുന്നുണ്ട്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയതോടുകൂടി ഇന്ത്യയിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രേഡ് പോയിന്റ്, അതായത് കച്ചവടത്തിനുള്ളൊരു പോയിന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഏകദേശം ഈ സമയത്ത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി നടക്കുന്നത്. 1678 1678 ജോൺ ജിൽഹാർഡ് എന്ന് പറയുന്ന വ്യക്തി സീ വോയേജറിനെ കുറിച്ച്, സമുദ്രയാത്രകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് എന്തൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്, സമുദ്രയാത്ര വഴികളെക്കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഈ പുസ്തകം കൂടെ പോപ്പുലറൈസ് ആയതോടുകൂടെ മിഡീവൽ പീരീഡിൽ ഒരുപാട് രീതിയിലുള്ള യാത്രകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സാധ്യമാകാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററി ഓഫ് ടൂറിസത്തിലെ മിഡീവൽ പീരീഡിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മോഡേൺ പീരീഡാണ്. മോഡേൺ പീരീഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് 19-ാം നൂറ്റാണ്ടോട് കൂടി, അതായത് 1900 ആണ് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നൊരു സംഖ്യ എന്ന് പറയുന്നത്. 1900 എന്ന് പറയുന്ന ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, മോഡേൺ പീരീഡ് ബിഗിൻ ചെയ്യുന്നത്. ഇതാണ് ഈ ട്രാവലിനെ കുറിച്ച് അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന എന്താണ് ഒരു റവല്യൂഷണറി സ്റ്റേജ് എന്ന് പറയുന്നത്. 1900 തന്നെ ജോൺ ലുദാൻ, അതോടൊപ്പം തന്നെ മീ ആദം, അതോടൊപ്പം തന്നെ തോമസ് ടെൽഫോർഡ് എന്ന് പറയുന്ന 3 വ്യക്തികൾ ചേർന്ന് യൂറോപ്പിലെ നമ്മുടെ റോഡ് യാത്രയെക്കുറിച്ചുള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മാപ്പ് തയ്യാറാക്കി. ഈ ഒരു മാപ്പ് വന്നതോടുകൂടി യൂറോപ്പിലാകമാനം
യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായി ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. മെഡീവൽ പീരീഡിൽ ജോൺ ജിൽഹാർഡ് എന്തിനെ കുറിച്ചായി എഴുതിയിരുന്നത്? സീ വോയേജസിനെ കുറിച്ചാണെങ്കിൽ ഇവിടെ ജോൺ ലുതാൻ, മീ ആദം, തോമസ് ടെൽഫോർഡ് എന്ന് പറയുന്ന 3 വ്യക്തികൾ ചേർന്നിട്ട് കരമാർഗമുള്ള, റോഡ് മാർഗമുള്ള യാത്രകളെക്കുറിച്ച്, റോഡുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്, ഒരു മാപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഇത് യൂറോപ്പിൽ ആകമാനം പെട്ടെന്ന് പ്രശസ്തിയാവുകയും യാത്ര എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ട് തീരുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ലോകത്തെ എല്ലാ മേഖലകളെയും കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. സോ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടി യാത്രയിൽ അതുവരെ കാണാത്ത രീതിയിലുള്ള വളരെ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഇൻഡസ്ട്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻസുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ട്രേഡ് യൂണിയൻസുകളുടെ വരവോടുകൂടി എന്ത് തുടങ്ങി? പെയ്ഡ് ഹോളിഡേയ്സ്. അതുവരെ നമ്മൾ എന്താണോ വർക്ക് ചെയ്തത് അതിൻ്റെ പേയ്മെൻറ്റ് തരും. നമുക്ക് ലീവ് ഉണ്ടായിരുന്നില്ല, മറ്റ് അലവൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമുക്കൊരു കമ്പനിയിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ട്രേഡ് യൂണിയൻസ് ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങിയത്. ഇത്തരം ട്രേഡ് യൂണിയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നതോട് കൂടി എന്ത് നടക്കുന്നുണ്ട്? ഇവിടെ കൃത്യമായിട്ടുള്ള പെയ്ഡ് ഹോളിഡേയ്സ്, അതായത് നമുക്ക് എന്താണ്, ഹോളിഡേ കിട്ടും വിത്ത് പേയ്മെൻറ്റ്. ഇപ്പം നമ്മൾ നോർമലി നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ മിനിമം ഒരു 4 ലീവ് ഉണ്ടായിരിക്കും അല്ലേ? അതെന്താണ്, ഓട്ടോമാറ്റിക്കലി ഒന്നുകിൽ വീക്കെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം ലീവ് എടുക്കുക എന്നുള്ളതായിരിക്കും. അത് ഏത് മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് എന്തുണ്ടായിരുന്നില്ല? ഈ പറഞ്ഞ രീതിയിൽ ഒരു പെയ്ഡ് ഹോളിഡേ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. നമ്മൾ വന്നില്ലെങ്കിൽ ആരും നമ്മളോട് ചോദിക്കുന്നൊന്നുമില്ല നിങ്ങൾ എന്താ വരാത്തതെന്ന്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ല, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? പേയ്മെൻറ്റ് കിട്ടുന്നു. ഈ രീതിയിലുള്ള സിസ്റ്റം ആയിരുന്നു മോഡേൺ പീരീഡിൽ ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് എന്താണ്, മോഡേൺ പീരീഡ് എന്ന് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ട്രേഡ് യൂണിയൻസ് വരികയും കൃത്യമായിട്ടുള്ള പെയ്ഡ് ഹോളിഡേയ്സ് കിട്ടുകയും ചെയ്തതോടുകൂടി ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭയങ്കരമായിട്ട് യാത്രകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓൾറെഡി ജോൺ ലുതാനും, മീ ആദമും, തോമസ് ടെൽഫോർഡും കൂടെ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം കൃത്യമായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? പെയ്ഡ് ഹോളിഡേയ്സിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് യാത്രകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതാണ് മോഡേൺ ടൂറിസത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മോഡേൺ പീരീഡിൽ നടക്കുന്നത്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഹിസ്റ്ററി ഓഫ് ടൂറിസത്തിലെ ഏറ്റവും റവല്യൂഷണറി സ്റ്റേജ് എന്ന് പറയുന്നത് മോഡേൺ പീരീഡാണ്. 1900-ലാണ് എന്ത് ചെയ്യുന്നത്? മോഡേൺ പീരീഡ് ആരംഭിക്കുന്നത്. ഈ വർഷം തന്നെ ജോൺ ലുതാൻ, മീ ആദം, തോമസ് ടെൽഫോർഡ് എന്ന് പറയുന്ന 3 വ്യക്തികൾ ചേർത്ത് യൂറോപ്പിലെ റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. റോഡ് മാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പോപ്പുലറായിട്ട് തീരുന്നുണ്ട്. അതോടുകൂടെ ആൾക്കാർ ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടെ വന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലോകത്തെ എല്ലാ മേഖലകളെയും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ടൂറിസത്തിൻ്റെ കേസ് പറയുമ്പോൾ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു മേഖലയായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ്, അതായത് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള വേതനം കിട്ടുക എങ്ങനെയായിരുന്നു? നമ്മൾ ജോലി എടുത്താൽ നമുക്ക് വേതനമുണ്ട്, നമ്മൾ ലീവാണെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ഇല്ല, നമ്മൾ എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നു. അതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചും കമ്പനികളുടെ ഭാഗത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ വ്യാവസായിക വിപ്ലവം വരുന്നു. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ട്രേഡ് യൂണിയൻസ് കൃത്യമായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ആ ഒരു ട്രേഡ് യൂണിയൻസ് വന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? പെയ്ഡ് ഹോളിഡേയ്സ്, ഹോളിഡേ വിത്ത് പേയ്മെൻറ്റ്, അതായത് നമ്മൾ ലീവ് എടുക്കുന്ന ദിവസത്തെയും കൂടെ പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? കിട്ടാൻ വേണ്ടി തുടങ്ങി. ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതോടുകൂടെ ആൾക്കാർ മറ്റ് ഈ പറയുന്ന അതുവരെ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് ട്രാവലുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓൾറെഡി ജോൺ ലുതാൻ, മീ ആദം, തോമസ് ടെൽഫോർഡ് ഡെവലപ്പ് ചെയ്ത് വെച്ച മാപ്പിനെ ഫോളോ അപ്പ് ചെയ്തിട്ടായിരുന്നു ഇവർ യാത്രകൾ തുടങ്ങിയിരുന്നത്. അതോടുകൂടി നമ്മൾ മോഡേൺ ടൂറിസത്തിൻ്റെ ബിഗിനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് മോഡേൺ പീരീഡിൽ സംഭവിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 3 ഏരിയാസിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു 1900-ൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി. റവല്യൂഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ യാത്രകൾ ചെയ്യുന്നുണ്ട്.
പിന്നീട് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രണ്ട് സംഗതികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്ത് പോകുന്നില്ല, എന്നാലും അതിനെ അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറുമാണ്. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, ലോകം ഈ പറയുന്ന എയർക്രാഫ്റ്റിൽ നിന്ന് അധികം ഡിപ്പെൻഡ് ചെയ്യാത്തൊരു സമയമായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ എന്താണ്, പൂർണ്ണമായിട്ടും ഈ പറയുന്ന എയർക്രാഫ്റ്റുകളെ ഡിപ്പെൻസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും എയർക്രാഫ്റ്റുകളെ ഡിപ്പെൻസ് ചെയ്തുകൊണ്ടുള്ള യുദ്ധമായതിനാൽ തന്നെയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യുന്നില്ല, ഇത്തരം എയർക്രാഫ്റ്റുകൾ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും റോഡ് യാത്രയെക്കാളും സമുദ്രത്തിലൂടെ യാത്രകളിലേക്ക്, അതായത് സീ വോയേജസിനെക്കാളും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റി തുടങ്ങി. അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രാഫ്റ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അത്തരം കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതോട് കൂടി തന്നെ യാത്രകൾ വളരെ ഈസി ആയിട്ട് നടത്താൻ വേണ്ടി പറ്റി. ഇത്രയും കാര്യങ്ങളാണ് മോഡേൺ പീരീഡിനോട് ചേർത്ത് പറയാനുള്ളത്. ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കിയൊരു മാറ്റത്തോടു കൂടി നമുക്ക് കൃത്യമായിട്ട് മോഡേൺ പീരീഡ് പറഞ്ഞു വെക്കാവുന്നതാണ്. എന്നിരുന്നാൽ കൂടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളതോട് കൂടി നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും കൂടെ എഴുതുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്ന സമയത്ത് അധികം ഒന്നും എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നില്ല, ഒരു രാജ്യവും ഉപയോഗിക്കുന്നില്ല. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളും കൃത്യമായിട്ട് എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം എയർക്രാഫ്റ്റുകൾ അതായത് ഉപയോഗശൂന്യമായി തീരുകയാണ്. അത്തരം ഉപയോഗശൂന്യമാകാൻ സാധ്യതയുള്ള എയർക്രാഫ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ രാജ്യങ്ങളും അവരുടെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതോടു കൂടി യാത്ര എന്നുള്ളത് ഒരു ഈസി മോഡായി തീർന്നു. വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റി തുടങ്ങി. ഇതും കൂടെ അതിനോടുകൂടെ ചേർത്ത് എഴുതാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഹിസ്റ്ററി ഓഫ് ടൂറിസത്തിന് 3 ഏരിയാസ് ആണുള്ളത്: ആൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഈ 3 പീരീഡിലും കൃത്യമായിട്ട് യാത്രയെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമുക്കൊരു സ്ലൈഡിൽ ഒരു ക്ലാസ്സിൽ എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിന് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് റെഫർ ചെയ്യുക. നോട്ടിൽ A to Z കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാ ദിവസവും പറയുന്ന പോലെയാണ്, എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ എന്താ പറയുക വാട്സപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ക്ലാരിഫൈ ചെയ്ത് പോവുക. ഒരു കാരണവശാലും ഒരു ഡൗട്ടും വെച്ചും കൊണ്ടിരിക്കരുത്. കൃത്യമായിട്ട് നോട്ടുകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ആ കാര്യം കൂടെ ആരും മറക്കരുത്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.